ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് നമ്മുടെ റെന ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ വന്നതായിരുന്നു നമ്മുടെ നൂറ. നമ്മുടെ മുൻഷി രഞ്ജിത്തിന്റെ അടുത്ത് പോയിട്ടാണ് നൂറ സംസാരിക്കുന്നത്. എന്നാൽ ഈ ചമ്മി നാറിപ്പോയി കേട്ടോ നമ്മുടെ നൂറ. എന്താന്ന് വെച്ചാൽ നൂറ നമ്മുടെ മുൻഷി രഞ്ജിത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്തിനാ ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അപ്പോഴും മുൻഷി പറയുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോട് എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പുറമെ ചിരിക്കാനും സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് മുൻഷി പറയുന്നുണ്ട്. അപ്പോഴും നൂറ ചോദിക്കുന്നുണ്ട്, അതെന്താ ചേട്ടൻ ആ കുട്ടിയോട് ഇത്ര ദേഷ്യം? അതെന്തെങ്കിലും റീസൺ ഉണ്ടാകും. ഇതിപ്പോഴും ഇവിടെ വന്നത് കൊണ്ടാണല്ലോ ഇതിനെയൊക്കെ കാണേണ്ടി വന്നത്. ഇനിയിപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണണ്ടല്ലോ, ഇതുപോലത്തെ ഒരു സന്ദർഭങ്ങളിലൊക്കെ കാണേണ്ടതുള്ളൂ എന്ന് മുൻഷി പറയുന്നുണ്ട്. അപ്പോഴും നൂറ പറയുന്നുണ്ട്, അതാ ചേട്ടാ പറയുന്നത്, ഇവിടെ നിന്നൊന്ന് മിണ്ടിക്കൂടെ? അത് എന്താ മിണ്ടിയാല്? ഒരാളോട് ഇഷ്ടക്കുറവുണ്ടെങ്കിലും മിണ്ടാൻ തോന്നത്തില്ല എന്ന് പിന്നെയും നമ്മുടെ മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട്. എന്നാ പിന്നെ ചെറുതായിട്ടൊന്ന് ഹായ് ബൈ ഒക്കെ ഒന്ന് പറയണ്ടേ എന്ന് നമ്മുടെ നൂറ ചോദിക്കുന്നുണ്ട്. അപ്പോഴും രഞ്ജിത്ത് പറയുന്നുണ്ട്, അതൊക്കെ വെറും ഒരു അഭിനയല്ലേ, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോഴേ നൂറ പറയുന്നുണ്ട്, ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ച് നടക്കരുത്. മുൻഷി ആ സമയം പറയുന്നുണ്ട്, ദേഷ്യം മനസ്സിലല്ലാണ്ട് പിന്നെ എവിടെയാ വെക്കേണ്ടത്? അപ്പോഴാണ് നൂറ പറയുന്നത്, ഈ ദേഷ്യം ഒന്നും ഇങ്ങനെ മനസ്സിലടുക്കി വെക്കരുത്, അത് പറയാനുള്ളത് അപ്പോൾ തന്നെ വെട്ടി തുറന്ന് പറയണം, ദേഷ്യം മനസ്സിലടുക്കി വെക്കരുത് എന്ന് പറയും. നാളെ ഒന്ന് കണ്ടു നോക്കിയാട്ടെ. എന്നിട്ടാണ് നമ്മുടെ മുൻഷീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോഴേ നമ്മുടെ മുൻഷി ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ നിങ്ങൾ വന്ന് എൻ്റെ ഫാമിലിയിൽ ഞാനും വൈഫൊക്കെ പിണങ്ങിയിരിക്കുന്ന സമയത്ത് അങ്ങനെ പിണങ്ങരുതേ, അവരോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. ഇപ്പം എൻ്റെ ബ്രദേഴ്സിനോടായാലും ആരോടാണെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ. പക്ഷേ ഇവിടെ ഒരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവരോട് ഞാൻ പിണങ്ങിയെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവരോട് മിണ്ടാൻ പറ്റാത്ത ഏതെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഓക്കെ, അതങ്ങനെ തന്നെ നിന്നോട്ടെ. അതിനിപ്പോൾ മറ്റൊരാളുടെ വക്കാലത്തുമായിട്ട് വരേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ശരിക്കും നൂറയ്ക്ക് പിന്നെ സംസാരിക്കാൻ പോയി എന്നായിപ്പോയെ ചമ്മി നാറിയിട്ടാണ് നൂറ അവിടെ നിന്ന് പോയത്.